പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്തകാരുണ്യത്തിൻ്റെ ഉറവിടമായ കർത്താവെ, ഞങ്ങളങ്ങേ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുന്നു. ഞങ്ങളുടെ എല്ലാ അന്ധകാര ശക്തികളെയും അകറ്റുവാൻ പ്രകാശമായി ഈ ലോകത്തിലേക്ക് കിടന്നു വന്ന ലോകത്തിൻ്റെ പ്രകാശമായി ഞാനങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു. അശുദ്ധാത്മാക്കൾ അങ്ങ് ദൈവപുത്രനാണെന്ന് പറഞ്ഞു അങ്ങ് ആരാണെന്ന് വെളിപ്പെടുത്തരുതെന്നവരോട് പറഞ്ഞിട്ട് അവർ അങ്ങ് രക്ഷകനാണെന്നും അങ്ങയുടെ സാമീപ്യവും സാന്നിധ്യവും ഓരോ നിമിഷവും അനുഭവിച്ചറിയുന്ന ഞങ്ങൾ ഓരോരുത്തരും നിൻ്റെ കൃപകളാൽ നിറഞ്ഞ് നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് നൽകിയ ഈ ദിവസത്തെ ഓർത്ത് നന്ദി പറയും. കാരുണ്യവാനായ കർത്താവേ, ഇതാ നിൻ്റെ കൃപയും ചൈന്യവും ഓരോ നിമിഷവും അനുഭവിച്ചറിയുന്ന ഞങ്ങൾ ഇന്നേ ദിനം അങ്ങ് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് അവരുടെ അരികിലേക്ക് ചെന്ന് അവിടുന്ന് അവർക്ക് പിശാചുക്കളെ ബഹിഷ്കരിക്കുവാനും രോഗികളെ സുഖപ്പെടുത്തുവാനും വചനം പ്രഘോഷിക്കുവാനും അധികാരം നൽകി. അങ്ങ് പത്രോസിനെയും അന്ത്രയോസിനെയും സബദീപുത്രന്മാരായ യാക്കോബിനെയും മറ്റ് അപ്പോസ്തലന്മാരെയും തിരഞ്ഞെടുത്തു. കർത്താവെ, അങ്ങ് ആരെയും മാറ്റി നിർത്തിയില്ല. യൂദാസിനെ പോലും അങ്ങ് ചേർത്ത് പിടിച്ചുകൊണ്ട് അങ്ങ് ശിഷ്യന്മാരുടെ ഗണത്തിൽ അങ്ങ് ഉൾപ്പെടുത്തി. അങ്ങയുടെ തിരഞ്ഞെടുപ്പ് എത്രയോ വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു. നിൻ്റെ സ്നേഹവും കരുതലും ചൈതന്യവും ഓരോ നിമിഷം അറിയുന്ന ഞങ്ങളുടെ തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് ഓർപ്പിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങ് തിരഞ്ഞെടുത്ത അങ്ങയുടെ വൻകൃപയ്ക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് ഇതായി പ്രഭാതത്തിൽ ഞാൻ അങ്ങേ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുന്നു. തിരഞ്ഞെടുപ്പിനെ മറക്കാതെ ജീവിക്കുവാൻ തക്കവിധം ഞങ്ങളുടെ ഓരോരുത്തരെയും ഇന്ന് അനുഗ്രഹിക്കണം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന.